ആത്മാവിൽ. നല്ലവനും കാരുണ്യവാനായ കർത്താവേ, ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടും എളിമയോടും കൂടെ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ഓസ്തിക്കുള്ളിൽ ഞങ്ങൾക്കായിട്ട് അങ്ങ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ദിവ്യ സ്നേഹത്തെ ഞങ്ങൾ കാണുന്നു. ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്നേഹമായിരിക്കണമേ. കർത്താവേ, ഈ നോമ്പുകാലം അവിടുത്തെ പീഡാനുഭവങ്ങളെക്കുറിച്ചും അവിടുന്ന് ഏറ്റെടുത്ത കഷ്ടപ്പാടുകളെക്കുറിച്ചും ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ഓരോ മുറിവുകളെക്കുറിച്ചും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ? എൻ്റെ കർത്താവ് ഇത്രയേറെ വേദനകൾ സഹിച്ചത്, എൻ്റെ ഈശോ ഇത്രയേറെ അപമാനിക്കപ്പെട്ടത്, എൻ്റെ ഈശോ ഇത്രയേറെ തിക്താനുഭവങ്ങളിലൂടെ, നിന്ദനകളിലൂടെ, പരിഹാസങ്ങളിലൂടെ, ശാരീരിക പീഡകളിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്നാലിപ്പോൾ കർത്താവേ, കരുണയുടെ മണിക്കൂറിൽ അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നു. ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് കൂടെയായിരിക്കും. അങ്ങേ സ്നേഹം എൻ്റെ ഹൃദയത്തിന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവ് ചെയ്തതാണ്. ഓരോ പ്രാവശ്യവും പീഡനങ്ങളേറ്റപ്പോൾ കർത്താവ് എന്നെക്കുറിച്ചാണ് ഓർത്തത്. ഓരോ തുള്ളി രക്തവും ശരീരത്തിൽ നിറ്റിറ്റ് വീണപ്പോഴും കർത്താവ് ഓർത്തത് എന്നെക്കുറിച്ചാണ്. എന്നോട് കൂടിയായിരിക്കുവാനും, എന്നോട് കൂട്ടുകൂടുവാനും, എന്നോട് സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാനും കർത്താവിനൊരാഗ്രഹമുണ്ടായിരുന്നു. കാരണം കർത്താവ് എന്നെ അത്രയേറെ സ്നേഹിക്കുന്നു. ഒരിക്കലും ഞാൻ നശിച്ചു പോകണമെന്നോ ഞാൻ കൈവിട്ടു പോകണമെന്നോ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ എത്രമാത്രം തെറ്റു ചെയ്താലും, എനിക്ക് എത്രമാത്രം കുറവുകളുണ്ടായാലും, എൻ്റെ ജീവിതം എത്ര പരിമിതമാണെങ്കിലും ഞാൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകണമെന്നോ ഞാൻ നശിച്ചു പോകണമെന്നോ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ എന്നോട് കൂടെയിരിക്കുന്ന സ്നേഹം, എന്നോട് കൂട്ടാകുന്ന സ്നേഹം, ആ ഈശോ തൻ്റെ ചങ്ക് തുറന്ന് എനിക്ക് കാണിച്ചു തന്നതും അതാണ്. ചങ്ക് പിളർന്നപ്പോൾ എന്നോടുള്ള സ്നേഹമാണ് അവിടുന്ന് ഒഴുകിയിറങ്ങിയത്. ആ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരയാലും തിരുജലത്താലും എനിക്കൊരു കാര്യം ഉറപ്പായി, കർത്താവേ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ കരുണയുടെ മണിക്കൂറിൽ ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. മറ്റാരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, മറ്റാരും എന്നെ കരുതിയില്ലെങ്കിലും, എന്നോട് കൂടെയായിരിക്കാൻ ആർക്കും ഇഷ്ടമില്ലെങ്കിലും, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ലെങ്കിലും, എൻ്റെ കർത്താവിന് എന്നെ വേണം. എൻ്റെ കർത്താവിന് എന്നെ വേണം. ആ സ്നേഹം കൊണ്ടാണ് എനിക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചത്. ആ കുരിശിൽ മരിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സമ്മാനമാണ് ഇപ്പോഴും എന്നോട് കൂടെയായിരിക്കുവാൻ തിരുവോസ്തിയായി എൻ്റെ മുൻപിലേക്ക് ഈശോ കടന്നു വന്നത്. കർത്താവിൻ്റെ കരുണയുടെ സീക്രട്ട് അതാണ്, സ്നേഹം. അർഹതപ്പെട്ടിട്ടോ യോഗ്യതയുണ്ടായിട്ടോ അല്ല ഈശോ എനിക്ക് ആ സ്നേഹം തന്നത്. യോഗ്യതയില്ലാതിരുന്ന, അർഹതയില്ലാതിരുന്ന, യാതൊരു തരത്തിലും അവകാശപ്പെടാൻ ഒന്നുമില്ലാതിരുന്ന എനിക്ക് വേണ്ടി ഹൃദയം തുറന്ന്, കരങ്ങൾ തുറന്ന് ഈശോ പറഞ്ഞു, എൻ്റെ സ്നേഹം എന്നാ നിനക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി ഈശോയെ തന്ന പിതാവായ ദൈവത്തെ നന്ദിയോടെ ഓർക്കാം. പിതാവായ ദൈവത്തിന് നന്ദി പറയാം. ആ താതൻ്റെ സ്നേഹമാണ് ആ കുരിശിൽ ബലിയായത്. ആ താതൻ്റെ സ്നേഹമാണ് ദിവ്യകാരുണ്യത്തിൽ എനിക്ക് ലഭിക്കുന്നത്. ആ ക്രിസ്തു എനിക്ക് വേണ്ടി ബലിയായി എന്നെ നടത്തുവാൻ, നയിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, എനിക്ക് വേണ്ടി ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നിറച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നെ ഓരോ നിമിഷവും സ്നേഹത്തോടെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഈ നേരം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിനോട് പറയാൻ നമുക്ക് ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളുടെയും കഥകളുണ്ട്. വേദനിക്കാത്തവരായിട്ട് നമ്മൾ ആരുമില്ല.
കഷ്ടപ്പെടാത്തവരായിട്ടും സങ്കടപ്പെടാത്തവരായിട്ടും നമ്മൾ ആരുമില്ല. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല രീതിയിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയൊരു ലിസ്റ്റും നമ്മുടെ ജീവിതത്തിലെ വേദനകൾ എടുത്തു മാറ്റാനായിരിക്കാം, കഷ്ടതകൾ എടുത്തു മാറ്റാനായിരിക്കാം, രോഗങ്ങൾ എടുത്തു മാറ്റാനായിരിക്കാം. നമ്മൾ ആരും ആഗ്രഹിക്കാത്തതുമാണ് വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും ഒന്നും നമ്മൾ തൃപ്തിപ്പെടുത്തുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ, ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ എത്രമാത്രം എൻ്റെ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ജോലി ചെയ്യുവാൻ, പഠിക്കുവാനൊക്കെ ഞാൻ പരിശ്രമിക്കുന്നു. പക്ഷേ കർത്താവ് പലപ്പോഴും നടക്കുന്നില്ല. ഞാൻ പല വിചാരങ്ങളിൽ പെട്ടുപോകുന്നു, പാപങ്ങളിൽ വീണു പോകുന്നു, പ്രലോഭനങ്ങളിൽ ഇടറിപ്പോകുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും എനിക്ക് ഇടർച്ചയുണ്ടാകുന്ന ജീവിതത്തിലെ ഇടങ്ങൾ രോഗങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, തിക്ത അനുഭവങ്ങളായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഞാൻ വീണു പോകുന്ന, ഇടറിപ്പോകുന്ന ഇടങ്ങളിൽ നിസ്സഹായതയോടെ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായോട് പറഞ്ഞ അതേ വാക്യങ്ങൾ 2 കൊരിന്തോസിൽ 12 നമ്മൾ വായിക്കുന്നുണ്ട്. നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. കർത്താവ് പൗലോസ്ലീഹയോട് പറയുകയാണ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും സമൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ, എല്ലാ തരത്തിലും ജീവിതം സംതൃപ്തി അടയാൻ വേണ്ടി എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ പലരും തകർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജീവിതത്തിൽ വിജയം നേടുന്നവരുമുണ്ട്. വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇത്രയേറെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും എനിക്ക് ദൈവം അനുവദിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ സംതൃപ്തിയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മളെ തന്നെയാണ്. പൗലോസ്ലീഹയോട് എന്താ ദൈവം പറഞ്ഞത്? പൗലോസ്ലീഹ എന്താ പറയുന്നത്? വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അമിതമായിട്ടും ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനാണ് എനിക്കൊരു മുള്ള് നൽകപ്പെട്ടത്. അതായത് ജീവിതം ഏറ്റവും മനോഹരമായിട്ട് പോകുമ്പോൾ, ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, ഭൗതിക ജീവിതമായിക്കൊള്ളട്ടെ, മനോനിലയായിക്കൊള്ളട്ടെ, ശരീരം മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, ജോലി മേഖലയായിക്കൊള്ളട്ടെ, പഠന മേഖലയായിക്കൊള്ളട്ടെ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹങ്ങൾ മാത്രം ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും ദൈവവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ആ ഒരു ബന്ധത്തിൻ്റെ ആഴം, ഞാൻ ദൈവസന്നിധിയിൽ എന്താണ് എൻ്റെ സ്ഥാനം എന്ന് ചിലപ്പോൾ ഞാൻ മറന്നുപോകും. പലർക്കും സംഭവിച്ച വീഴ്ചയുടെ കാരണവും അതാണ്. സമൃദ്ധിയിൽ ആലസ്യത്തിലാണ് പല പാപങ്ങളും സംഭവിച്ചത്. ദാവീദിനെ നമുക്കറിയാം. സാവൂളിൽ നിന്ന് തിക്തമായ ഘോരമായ വേദനകൾ ഉണ്ടായപ്പോൾ ദാവീദിന് തെറ്റുകൾ പറ്റുന്നില്ല. എന്നാൽ അവൻ വലിയൊരു രാജാവായി യുദ്ധങ്ങളെല്ലാം ജയിച്ച് അവൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നട്ടുച്ചയ്ക്ക് തൻ്റെ ജനമെല്ലാം യുദ്ധത്തിന് പോയപ്പോൾ ആലസ്യത്തിൽ അവൻ കിടന്നുറങ്ങി എണീറ്റ സമയത്ത് അവൻ പാപത്തിൽ വീണു പോവുകയാണ്. പൗലോസ്ലീഹ പറയും, ഞാൻ അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷം ദൈവത്തെ ഞാൻ മറന്നു പോകുന്നു. ഞാൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നു, സ്വന്തം ശക്തിയിൽ മതിമറക്കുന്നു, എല്ലാം സ്വന്തം ആശ്രയത്തിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വാശ്രയ ബോധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ എൻ്റെ പക്കൽ സമ്പത്തുണ്ട്, കഴിവുണ്ട്, ബന്ധങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, എല്ലാം എൻ്റെ ജീവിതത്തിലെല്ലാം ക്രമീകരിക്കപ്പെട്ടതാണ്, ഒരിടത്തും ഒരു കോട്ടവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവത്തെ പോലും അനാവശ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നും. എന്നാൽ ഞാൻ നിസ്സഹായതയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കറിയാം, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. സമ്പത്തുണ്ടായിട്ടും എനിക്കൊന്നും പറ്റുന്നില്ല, ആരോഗ്യമുണ്ടായിട്ടും കർത്താവ് ഒരു ഉപകാരമില്ലല്ലോ, ബന്ധങ്ങളുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിസ്സഹായതയുടെ നിമിഷങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴാണ് പൗലോസ്ലീഹയുടെ കർത്താവ് പറയുന്നത്, നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്കെൻ്റെ കൃപ മാത്രം മതി. ഈ നോയമ്പ് കാലത്ത് പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും അധികം ഹൃദയത്തിലേക്ക് കോറിയിടേണ്ട ഒരു ജീവിത ചിന്തയാണ്, ഒരു വചനമാണത്. നിനക്ക് എൻ്റെ കൃപ മതി. എന്നിട്ട് പൗലോസ്ലീഹ എന്താ പറയുന്നത്? ബലഹീനതയിലാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത്, കാരണം
ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനാവുന്നത്. എന്തുകൊണ്ടാണ് ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു, ബലഹീനനാകുമ്പോൾ ശക്തനാകുന്നു? കാരണം ബലമുള്ളപ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കുന്നു, ബലഹീനനായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ശക്തിയേക്കാൾ വലുതാണ് കർത്താവിൻ്റെ ശക്തി. ബലഹീനനായിരിക്കുമ്പോൾ എനിക്ക് ആകപ്പാടെയുള്ള എൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ ശക്തി ഒന്ന് മാത്രമാണ്. ബലവാനായിരിക്കുമ്പോൾ, സമൃദ്ധിയുള്ളപ്പോൾ ഞാൻ നോക്കുന്ന ഒരേ ശക്തി എൻ്റെ ശക്തി മാത്രമാണ്, ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ താഴെ പോകാവുന്നതാണ്. ദൈവതിരുസന്നിധിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ആഴമായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, സമൃദ്ധി, കഴിവുകൾ, സമയം, ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾ, സമ്പത്ത്, പഠനം, ജോലി, ബന്ധങ്ങൾ, എല്ലാ സുഖങ്ങൾ, ഇതൊക്കെയും നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മൾ മാത്രം മതി നമുക്ക് ജീവിക്കാൻ, ദൈവത്തെ എനിക്ക് ആവശ്യമില്ല എന്നൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ടോ? ദൈവത്തിലുള്ള ആശ്രയത്വം എടുത്തു മാറ്റി ദൈവപരിപാലനെ ആശ്രയിക്കാതെ സ്വന്തം ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുവാനുള്ള പ്രലോഭനം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തരുന്നുണ്ടോ? സഹനങ്ങൾ എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന വഴികളാണ്. സഹനങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് ദൈവത്തെ ആശ്രയിക്കാൻ പഠിക്കുകയാണ്. സഹനങ്ങളിലൂടെ, ബലഹീനതകളിലൂടെ, പരാജയങ്ങളിലൂടെ, ഏറ്റവും അധികമായി നിസ്സഹായതയിൽ ഞാൻ പെട്ടുപോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയാൻ പഠിക്കും. ആ ഒരു പ്രാർത്ഥനയോടെ ദൈവതിരുസന്നിധിയിൽ നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം ആ ഒരു ആഴമേറിയ ബോധത്തിലേക്ക് വരാം. ദൈവമില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ദൈവമുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകൾ പോലും ബലമുള്ളതായിട്ട് മാറും. എൻ്റെ കുറവുകൾ നിറവുകളായിട്ട് മാറും. എൻ്റെ പോരായ്മകളും എൻ്റെ പരിമിതികളും ദൈവതിരുസന്നിധിയിൽ ഏറ്റവും മഹത്വമുള്ളതായിട്ട് തീരും. കർത്താവേ, ഞാൻ എന്നിൽ ആശ്രയിക്കാതെ പൂർണ്ണമായിട്ട് നിന്നിൽ ആശ്രയിക്കുവാൻ എൻ്റെ ഹൃദയത്തെ നീ തൊടണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, ആമേൻ. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് എപ്പോഴും അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഈ ലോകത്തിലൊന്നും മനോവേദന, പല ശോധന, മമ ജീവിത പാതയിതിൽ. എല്ലാ വേദനയിലും മനോവേദന, പല ശോധന, മമ ജീവിത പാതയതിൽ. എൻ്റെ ഈശോ മാത്രം. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ചേർത്ത് നിർത്തുന്ന കർത്താവേ, മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ചേർന്ന് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പ്രാർത്ഥനകളും ഈ ആരാധനയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രത്യേകമായും ലോകമാസകലമുള്ള സകല പാപികളെ കർത്താവെ അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുത്ത് എല്ലാ പാപങ്ങളിൽ നിന്നും, തഴക്കദോഷങ്ങളിൽ നിന്നും, ദുശ്ശീലങ്ങളിൽ നിന്നും അവർക്ക് മാനസാന്തരം നൽകി അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബ ബന്ധങ്ങളെ, കുടുംബ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗബാധിതരായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവർ, സർജറികൾക്ക് വിധേയരാകുന്നവർ, കർത്താവെ, അങ്ങേ പൂർണ്ണമായിട്ടും അങ്ങയുടെ സൗഖ്യത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, ജീവിത പ്രതിസന്ധികൾ മൂലം വലയുന്നവരെ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ, ജീവിതത്തിൽ വിജയവും ഉയർച്ചയും ഉണ്ടാകാതെ, അഭിവൃദ്ധിപ്പെടാൻ സാധിക്കാതെ ജീവിതം വല്ലാതെ മുരടിച്ചു പോകുന്നവർ, വല്ലാത്ത സങ്കടങ്ങളിൽ വീണു പോകുന്നവർ, ബലഹീനതകളിൽ തളർന്നു പോകുന്നവരെല്ലാം കർത്താവെ അങ്ങ് കരം പിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുസന്നിധിയിൽ
നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നേരം നമ്മുടെ എല്ലാ ബലഹീനതകളെയും വേദനകളെയും ഹൃദയം നുറുങ്ങുന്ന ജീവിതാനുഭവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയ എൻ്റെ ദൈവം എൻ്റെ ബലഹീനതകളും എൻ്റെ തിക്താനുഭവങ്ങളും എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ വേദനകളും കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി മാറ്റും എന്ന ബോധ്യം നമുക്കുണ്ടാവട്ടെ. എൻ്റെ ബലഹീനതകളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും ഞാൻ തിരിച്ചറിയും എന്ന ബോധ്യത്തിൽ നമുക്കായിരിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.